ഓക്കെ. ഇത് കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സാധാരണ ആൾക്കാർ കഴിക്കുന്ന സോഡ ഒഴിച്ചിട്ടാണ്. അതില്ലാതെ പറ്റില്ല. അത് ഒഴിച്ച് കഴിച്ചാൽ എങ്ങനെയായിരിക്കും ഇതിൻ്റെ ടേസ്റ്റ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ കുറച്ച് ഒഴിക്കാം. പിന്നെ ഒരു കാര്യമുണ്ട്, ഇതൊക്കെ കോള ഒഴിച്ച് ഒരിക്കലും കഴിക്കരുത്. കാരണം വെച്ചാൽ ഇതൊക്കെ അത്ര പെർഫെക്റ്റ് സാധനമാണ്. ഒറിജിനലി മദ്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞ് തന്നെ കഴിക്കണം, അല്ലെങ്കിൽ ഈ പരിപാടിക്ക് പോകരുത്. അതല്ല ഇതിൻ്റെ ഇത്രയും നല്ല സാധനത്തിന് അത് കോളയൊക്കെ ഒഴിച്ച് ആ ഒരു കോളയുടെ ടേസ്റ്റ് വെച്ച് കഴിച്ചത് എന്തിനാണ് കാര്യം ഇരിക്കുന്നത്? പിന്നെ പൂസാകാൻ വേണ്ടി മാത്രമാണ് കഴിക്കുന്നതെങ്കിൽ എന്ത് വേണമെങ്കിലും കഴിക്കാം. ഇപ്പം നമുക്കറിയാം ഏതെങ്കിലും തരത്തിലുള്ള റമ്മുകൾ അല്ലെങ്കിൽ ഏത് കഴിച്ചാലും ചിലപ്പം നമുക്ക് വേണ്ട പൂസായാൽ മാത്രം മതി, ബാക്കിയൊന്നും നമ്മൾ വറിയിടാൻ. അപ്പം അങ്ങനെയുള്ളപ്പം നമ്മൾ കോളയൊക്കെ ഉപയോഗിച്ച് കഴിക്കുക. അതല്ലാതെ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് സാധനം കിട്ടുമെങ്കിൽ ഇതിനെയൊക്കെ ഒന്ന് നമസ്കരിച്ച് അതല്ലെങ്കിൽ ഒന്ന് ബഹുമാനിച്ച ശേഷം ഇതുപോലെ കഴിക്കുക. ഓക്കെ. അപ്പോൾ എന്തായാലും ഞാനിവിടെ ഇതുപോലെ തന്നെ ഒന്ന് ഐസ് ക്യൂബ് ഇടുകയാണ്. കാരണം അതൊരു ചിൽഡ് ആകാനായിട്ടൊരു ടിപ്പിക്കൽ ഫ്ലേവർ നൽകാൻ നമ്മളെ സഹായിക്കും. സോ അത് എപ്പോഴും നല്ലതാണ്. പിന്നെ ഞാൻ ചെയ്യുന്ന ഒരല്പം സോഡ ഒഴിക്കുകയാണ്. സോഡ ഒഴിക്കുക എന്ന് വെച്ചാൽ ഒരുപാട് സോഡ ഒന്നും ഒഴിക്കാൻ പാടില്ല. നമ്മൾ ഇത്ര ഒഴിച്ചു. ഓൾറെഡി തന്നെ ഈ ഐസ് ക്യൂബ് ഇട്ടപ്പോൾ ഇത്രയും പൊങ്ങി വന്നു. ഇനി ഇത്രത്തേക്ക് നമ്മൾ എടുത്ത അത്രത്തോളം മദ്യത്തിൻ്റെ അത്രത്തോളം അളവ് മാത്രം സോഡ ഒഴിച്ചാൽ മതി. സോ ഈക്വൽ ടു എന്ന് പറയും, ഒരേ സമം ആയിട്ട് നമുക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സാധനത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് അറിഞ്ഞ് കഴിക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ നമുക്ക് കഴിക്കാം. ഒന്ന് പറയാലോ, ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ കഴിക്കുന്ന ഉടനെ പിടിക്കത്തില്ല, സാവധാനം പിടിച്ചു വരുള്ളൂ. അപ്പോൾ ഇത് ഒരെണ്ണം കഴിച്ചതിന് സാവധാനം ചെറുതായിട്ട് എനിക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇതുകൂടെ കഴിച്ച് പതുക്കെ ആവുള്ളൂ. അപ്പോൾ എന്തായാലും അധികം താമസിക്കുന്നത് തന്നെ എത്രയും പെട്ടെന്ന് ഈ സാധനം അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. സോ ഇപ്പോൾ എൻ്റെ അതിൽ ടേസ്റ്റ് വ്യത്യാസം വന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ചിൽഡാണ്, അതോടൊപ്പം തന്നെ സ്പാർക്ലിംഗ് സോഡയുടെ സ്പാർക്ലിംഗ് എഫക്റ്റോട് വരുമ്പം അതൊരു ടിപ്പിക്കൽ ഒരു ടേസ്റ്റാണ്. നേരത്തെ പ്യുവറായിട്ടുള്ള ആ ഒരു വിസ്കിയുടെ ടേസ്റ്റ് ആണെങ്കിൽ ഈ സോഡയുടെ കൂടെ എന്തൊക്കെയാണെങ്കിലും ശരി സോഡയുടെ കൂടെ ടേസ്റ്റ് വരുമ്പോൾ അത് വേറൊരു ടേസ്റ്റാണ്. കൊള്ളാം. കാരണം ഒരല്പം കൂടി ഡ്രൈ ആയിട്ട് അടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ശരിക്കും സ്മൂത്തായിട്ട് കഴിക്കാൻ ഇത് മാത്രമാണ് മാർഗം. ഓക്കെ. സോഡ ഒഴിക്കുക, അധികം ഒഴിക്കൽ. നമ്മൾ എത്രത്തോളം വിസ്കി എടുത്തോ അത്രത്തോളം അതിൻ്റെ ആ ഒരു അളവ് തന്നെ സോഡ ഒഴിക്കുക. 2-3 ഐസ് ക്യൂബ് ഇട്ട് കഴിഞ്ഞാൽ പെർഫെക്റ്റാണ്. ഒരു കാരണവശാലും ഒരു പകുതി എടുത്ത ശേഷം 3/4 വെള്ളം ഒഴിച്ച് അതിനെ നശിപ്പിക്കരുത്. കൊള്ളാം. അപ്പോൾ എന്നാലും